കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു മലയാളി കൂടി എത്തും എന്നുള്ള വിവരം വരുമ്പോൾ അതിൽ ആരാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ക്യാബിനറ്റ് മന്ത്രിയാകും എന്നുള്ള വിവരങ്ങൾ, സൂചനകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതല്ല, കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെ കേന്ദ്രമന്ത്രിയാകും സുരേഷ് ഗോപിയെ കൂടാതെ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രൻ സാധ്യതയിൽ മുൻപന്തിയിലാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ശോഭാ സുരേന്ദ്രനും ഡൽഹിയിലുണ്ട്, ശോഭാ സുരേന്ദ്രനും സാധ്യതാ പട്ടികയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. എന്നാലും നമുക്ക് കാത്തിരിക്കാം ആരാണ് കേരളത്തിലുള്ള മറ്റ് മന്ത്രിമാർ, മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നുള്ളത്. രാത്രി 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിക്കും. ലോക നേതാക്കൾ, പല വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. NDAയുടെ എല്ലാ MP മാരും ഇതിനോട് ഡൽഹിയിലുണ്ട്, മറ്റ് പ്രതിനിധികളും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. രാകേഷ്, ഒരു കാര്യം കൂടി, ഈ പ്രതിപക്ഷം പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തതയായോ? കോൺഗ്രസിന് ക്ഷണം നൽകിയിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി. ആ ക്ഷണം ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ, AICC അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖർഗെക്കാണ് ഇന്ന് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് ഔദ്യോഗികമായി പോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം പോകുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഏതായാലും ഇന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെക്ക് ഇത്തരമൊരു ക്ഷണം ലഭിച്ചത് എന്നാണ് സൂചന. പ്രഹ്ലാദ് ജോഷി, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്ന പ്രഹ്ലാദ് ജോഷിയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് അല്ലെങ്കിൽ ടെലിഫോണിൽ വിളിച്ച് മല്ലികാർജ്ജുൻ ഖർഗെയെ ക്ഷണിച്ചത്. പക്ഷേ കോൺഗ്രസ് ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം അല്ലെങ്കിൽ ഔദ്യോഗിക നിലപാട് എടുത്തിട്ടില്ല പോകണമെന്ന കാര്യത്തിൽ. നേരത്തെ ഇന്നലെ ക്ഷണമൊന്നും കോൺഗ്രസിന് ലഭിക്കാത്തതുകൊണ്ട് തന്നെ പല നേതാക്കളും ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് തരൂർ അടക്കമുള്ള നേതാക്കൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണും എന്ന പ്രതികരണമൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴേതായാലും ക്ഷണം ലഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഉച്ചയോടുകൂടി തീരുമാനം എടുക്കും എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഏതായാലും പങ്കുവയ്ക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത് വിട്ടുനിൽക്കും, ഇതിൽ പങ്കെടുക്കേണ്ടതില്ല നിലപാട് ഇതിനോടൊപ്പം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൽദോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ തീരുമാനം അതിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാലും ക്ഷണം നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി. 7:15 ആരംഭിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് കരുതേണ്ടത്. അപ്പോൾ 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എന്താണെങ്കിലും രാത്രി 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക രാഷ്ട്രപതി ഭവനിൽ. രാകേഷ്, നേരത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അത് ഈ കൃത്യമായിട്ടുള്ള ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. NDA വളരെ വിപുലമായി നടത്തുന്ന ഒരു ആലോചനയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അതിന് പിന്നാലെ പ്രഗതി മൈതാനിൽ നിന്ന് അത് രാഷ്ട്രപതി ഭവനിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് രാഷ്ട്രപതി ഭവനിൽ തന്നെയാണ് നടക്കുന്നതും. ഈ 3ാം വട്ടവും അധികാരത്തിലേക്ക് NDA എത്തുമ്പോൾ കരുതിയ ഒരു തിളക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ദിനത്തിലുണ്ട് എന്ന് കരുതാൻ കഴിയുമോ? എൽദോ, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച ചർച്ചകളിലേക്ക് BJP കടന്നിരുന്നു. അന്ന് 2 പ്രധാനപ്പെട്ട വേദികൾ BJP ആലോചിച്ചിരുന്നു. ഒന്ന്, കർത്തവ്യ പഥിൽ സത്യപ്രതിജ്ഞ നടത്താം. രണ്ടാമതായി ഭാരത് മണ്ഡപത്തിൽ, അതായത് പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിൽ സത്യപ്രതിജ്ഞ നടത്താം. ഈ 2 തീരുമാനങ്ങൾ BJP ആലോചിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പ്രതീക്ഷിച്ചൊരു വിജയം BJPക്ക് ഉണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒറ്റക്കക്ഷി ആയില്ല എന്നുള്ളതാണ്. 32 സീറ്റുകളുടെ കുറവുണ്ട് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാൻ. പക്ഷേ രാഷ്ട്രപതി ഭവനിലേക്ക് പിന്നീട് സത്യപ്രതിജ്ഞയുടെ വേദി മാറ്റിയെങ്കിലും അതിൻ്റെ മട്ടിന് ഒട്ടും കുറവില്ല, പകിട്ടിനൊട്ടും കുറവില്ല. കാരണം 9,000 അതിഥികളെയാണ് ഈ ചടങ്ങിനായി ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിലെ തലവന്മാരെയൊക്കെ തന്നെ ഈ ചടങ്ങിനായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കൻ പ്രസിഡന്റ് എത്തുന്നുണ്ട്, ഒപ്പം തന്നെ മാലദ്വീപ് പ്രസിഡന്റ് ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്നലെ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ 7 രാഷ്ട്രതലവന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ളൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയാണ് ഒരുക്കിയിരുന്നത്. കാരണം 1ാം മോദി സർക്കാരിന്റെ കാലത്ത് സാർക്ക് രാഷ്ട്രതലവന്മാരാണ് പങ്കെടുത്തെങ്കിൽ കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ വിവിധ രാഷ്ട്രതലവന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇത്തവണയും അതിനേതായാലും മാറ്റം വന്നിട്ടില്ല. ഒപ്പം കലാ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരെ ഒക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ അടക്കമുള്ളവർക്ക് ക്ഷണം ലഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കലാ സാംസ്കാരിക രംഗത്തെയൊക്കെ രാഷ്ട്രീയ രംഗത്തെയൊക്കെ പ്രമുഖരെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം
നിലവിൽ ഈ സർക്കാരിന്റെ കാലത്താണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ആ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളെ ഈ ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് മെട്രോ യാഥാർത്ഥ്യമാക്കി അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക്, ആ നിർമ്മാണ രംഗത്തുണ്ടായിരുന്നവർ, അവരെയൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ഏതായാലും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9,000 ആളുകളെ, അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വിപുലമായ ചടങ്ങ് തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനും നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷ ഇതിനോടനുബന്ധിച്ച് ഡൽഹിയിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം വിവിധ രാഷ്ട്രതലവന്മാർ കൂടി എത്തുമ്പോൾ അതീവ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി ഡൽഹി വലിയ സുരക്ഷാ വലയത്തിലാണ്. ഏതായാലും 7:15 ചടങ്ങ് തുടങ്ങുമ്പോൾ 7:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. പിന്നീട് തുടർന്ന് മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഏതായാലും നിലവിലെ പട്ടിക പ്രകാരം 40-ന് മുകളിൽ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ 1.5-2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. 9 മണിക്കപ്പുറം സത്യപ്രതിജ്ഞ ചടങ്ങ് നീണ്ടുപോകാനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. എൽദോ, എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൈകിട്ട് നടക്കുമ്പോൾ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകളിൽ എന്നുള്ളതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ കാണുന്ന പോലെ രാജ്യത്തുടനീളം BJP NDA പ്രവർത്തകരുടെ ആഘോഷങ്ങൾ കാണാം. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുന്നതിന്റെ ആഘോഷത്തിമിർപ്പിലാണ് BJP പ്രവർത്തകർ. ഉത്തരേന്ത്യയിൽ നിന്നുള്ള കാഴ്ചകളാണ്. പല ഇടങ്ങളിലും BJP കൂടുതൽ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ആഘോഷം നടക്കുന്നു. ഒപ്പം കേരളം പോലുള്ള അത്യപൂർവമായി ആദ്യമായി അക്കൗണ്ട് തുറന്ന കേരളത്തിലും ഒരുപക്ഷെ ഇന്ന് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ ആഘോഷങ്ങൾ പ്രതീക്ഷിക്കണം. നമ്മുടെ പ്രതിനിധികൾ വരും സമയങ്ങളിൽ 4 മണി സമയങ്ങളിലൊക്കെ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും BJP പ്രവർത്തകർക്കൊപ്പം അവരുടെ ആഘോഷത്തിനൊപ്പം ചേരുകയും ചെയ്യും. രാജ്യത്തുടനീളമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7:15 വിവിധ രാഷ്ട്രത്തലവന്മാരെ ഉൾപ്പെടുത്തി പങ്കെടുക്കുന്ന ചടങ്ങുകൾ. പടക്കം പൊട്ടിച്ച് മധുരം വിതരണം ചെയ്ത് അവിടെ BJP പ്രവർത്തകരുടെ ആഘോഷം. സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകിട്ട് 7:15 നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകർ പലയിടങ്ങളിലായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്.